ഞാൻ ശ്രീജേഷുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ശ്രീജേഷിൻ്റെ ഒരു വലിയ പ്രത്യേകത സദാ ചിരിച്ചുകൊണ്ട് കാണുന്നൊരു മുഖമേ കണ്ടിട്ടുള്ളൂ എന്ന്. ഈ ഗോൾ കീപ്പറായി നിൽക്കുമ്പം ഈ ഹെൽമെറ്റും ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അറിയാൻ കഴിയില്ല. കളിക്കളത്തിലെ ശ്രീജേഷും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണോ? അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കളിക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു കോച്ച് എന്ന രീതിയിലുള്ള ബിഹേവിയറാണ്. കാരണം ഓൺ ദ ഫീൽഡിൽ ഗോൾ കീപ്പർ ഏറ്റവും പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മൊത്തം ഗ്രൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആരെന്താണ് ചെയ്യുന്നത്, അവരുടെ പൊസിഷൻ കറക്റ്റ് ആണോ, ഡിഫൻസ് കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റാക്കിംഗ് സ്ട്രക്ചർ കറക്റ്റ് ആണോ, അപ്പം ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കളിപ്പിക്കേണ്ട ഒരു ചുമതല ഒരു ഗോൾ കീപ്പറിൻ്റെയാണ്. അപ്പം ഓൺ ദ ഫീൽഡിൽ ഒരു കോച്ച് എന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറിലാണ് ഞാനവിടെ നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഗോൾ കീപ്പർ എന്നൊരു ചുമതല ഉണ്ടെങ്കിലും എന്താ പറയുക, അവരെല്ലാം കറക്റ്റായിട്ട് അവരുടെ ജോലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ബോൾ വരത്തില്ല. അപ്പം കൂടുതൽ ഒരു ഗോളി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതെ, സത്യമായിട്ടും ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്തേക്ക് ബോൾ വരണ്ട, നിങ്ങളൊക്കെ സ്റ്റാർ ആയിക്കോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അടുത്തേക്ക് ബോൾ വരാതിരിക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുന്നത്. അപ്പം ഗ്രൗണ്ടിൽ നിൽക്കുമ്പം ഈ ചിരിക്കുന്നതിനേക്കാളും പകരമായിട്ട് അത്യാവശ്യം ചൂടാവും, ചില സമയങ്ങളിൽ ചീത്ത വിളിക്കും, സത്യമായിട്ട് ചീത്ത വിളിക്കും, ചില സമയത്ത് വളരെ സന്തോഷത്തോടെ എൻകറേജ് ചെയ്ത് സംസാരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാം ടീച്ചർമാർ തല്ലി വളർത്തിയവരാ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ തല്ലും. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി പലപ്പോഴും ഗ്രൗണ്ടിലും ആവശ്യമായിട്ടുണ്ട്. അതായത് നമ്മൾ ചൂടായില്ലെങ്കിൽ അവൾ വളരെ കാഷ്വലായിട്ട് വളരെ കംഫോർട്ട് സോണിലിരുന്ന് കളിക്കും. അത് നമ്മുടെ ടീമിനെ പലപ്പോഴും എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പം ഈ ചിരിക്കുന്ന മുഖം കളിക്ക് ഗ്രൗണ്ടിന് പുറത്ത് മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ടിനകത്ത് ഇച്ചിരി സീരിയസ് ആണ്.